ഇത് വീട്ടിലിരുന്ന ഒരു ബെഡ്ഷീറ്റ് കവർ സെറ്റായിരുന്നു. അത് കളയാൻ വേണ്ടി വെച്ചിരുന്നതായിരുന്നു. ഇത് അഴുക്ക് പിടിച്ചിട്ട് അമങ്ങി ഞെങ്ങി ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ അമങ്ങി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഞാനിത് ബാക്ക് സൈഡ് എല്ലാം പൊളിച്ച് എൻ്റെ അടി സൈഡ് പൊളിച്ചിട്ട് നോക്കിയപ്പോൾ സ്പ്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ടാണ് ഇത് അമങ്ങിയിരുന്നത്. പിന്നെ ഞാൻ അത് പിടിച്ച് നല്ലോണം വൃത്തിയാക്കി അടിയിൽ സ്പ്രിങ് നേരെ വെച്ചു. എൻ്റെ അടി സ്പ്രിങ് നേരെ വെച്ചിട്ട് ടൈറ്റാക്കി വെച്ചപ്പോൾ ഇതുപോലെ കയറി വന്നു. ഒരു സാരി തുണി ഇതുപോലെ മുറിച്ചിട്ടു വെച്ചു. ഇവിടെയും മുറിച്ച് വെച്ചു. ഇനി വേണേൽ നമുക്കൊരു ഇതുപോലുള്ള ഒരു ബെഡ്ഷീറ്റ് 150 രൂപ കൊടുക്കുമ്പോൾ ഒരു ബെഡ്ഷീറ്റ് കിട്ടും. വേണേൽ മൊത്തത്തിൽ കവർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാൽ മതി. അടിയിലും ഇതുപോലെ സാരി തുണി വെച്ച് അടിച്ചിരിക്കുക. എനിക്ക് മൊത്തത്തിൽ 500 രൂപ ചിലവായുള്ളൂ. ഇതും അതുപോലെ ഇതുപോലെ അഴുക്കായിരുന്നു. ഇത് കഴുകി വൃത്തിയാക്കി ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടി. എന്നിട്ട് മണ്ടയിൽ ഇതുപോലെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ അടിച്ചു. അടിയിൽ അതുപോലെ അടിച്ചു. സൈഡ് ചെറിയ സാരി തുണി വെച്ചടിച്ചു. അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചപ്പോൾ 2 അടിച്ചു. എനിക്ക് മൊത്തം കൂടെ 500 രൂപ വേണം. 100 രൂപ കുടയാണി, 50 രൂപയുടെ കുടയാണി, 50 രൂപയുടെ അല്ലാത്ത ചെറിയ ആണി വാങ്ങിച്ചു. ചിലവ്. പിന്നെ ഇച്ചിരി ഫെവിക്കോളും വാങ്ങിച്ചു. എൻ്റെ അടിയിലും അതുപോലെ എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. നമ്മൾ കളയേണ്ട കാര്യമില്ല. ഇപ്പം നല്ല അടിപൊളിയായി കണ്ടോ, നല്ല അടിപൊളിയായിരിക്കുകയാണ്. ഇപ്പം പുതിയ കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് പുതിയ 2 സെറ്റ് വാങ്ങിച്ചു. 28,000 രൂപ. അതിനേക്കാൾ നല്ല അടിപൊളിയാണ് ഈ സെറ്റ് കണ്ടോ. അപ്പം നമ്മളിരുന്നും കളയേണ്ട കാര്യമില്ല. നമ്മൾ സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി. ഇത് സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി. ഇതൊന്ന് അഴുക്കായും പറഞ്ഞിട്ട് കളയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കഴുകാൻ നല്ല അടിപൊളിയാക്കിയാൽ മതി. കഴുകി വൃത്തിയാക്കി കഴിയുമ്പോൾ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. നമുക്ക് ആകെ 300 രൂപ ചിലവ്. ഏറ്റവും പോയാൽ 300 രൂപ ചിലവാക്കണം. സാരി തുണി എല്ലാ വീടുകളും കാണും. പിന്നെ ഇതുപോലത്തെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചാൽ മതി. ഈ വലുതിനൊക്കെയാണെങ്കിൽ ബെഡ്ഷീറ്റ് വലുതാക്കി ഇട്ടാൽ മതി. 10-15 കൊല്ലമായ ഒരു സോഫ സെറ്റ് കേടായപ്പോൾ ഞങ്ങൾ പൊളിച്ചു നോക്കിയപ്പോൾ ഒരു സൂചി ഞെരിക്കുകയായിരുന്നു. വലിയ സൂചിയാണ്. 10-15 വയസ്സ് സോഫ സെറ്റാണ് ഞങ്ങൾ പൊളിച്ചത്. അപ്പോൾ ചില ആൾക്കാർ ഓപ്പറേഷൻ ചെയ്തിട്ട് സൂചി കത്തിയിരിക്കുന്ന പോലെ ദൈവാധീനമായി ദേഹത്ത് കൊണ്ട് കയറാൻ. ചുമ്മാ ഒന്ന് പൊളിച്ചതാണ്. സൂചി വെച്ചത് പിന്നെ അവർ എടുക്കാൻ മറന്നു പോയതാണ്. പതിനഞ്ച് പഴക്കം കാണും. പിന്നെ തയ്ച്ച കൂട്ടത് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അതുപോലെ ഈ അഴിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഈ സ്പ്രിങ് കമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി ഇവരെ കയർ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കയറൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് കയർ നമ്മൾ നോക്കിയിട്ടത് ഇച്ചിരി കയർ വാങ്ങിച്ച് വലിച്ച് കെട്ടിയാൽ മതി. വലിച്ച് കെട്ടി
കണ്ടില്ലേ, കയറ് വലിച്ചാൽ കിട്ടിയാൽ മതി. പിന്നെ ടൈറ്റ് ആക്കാൻ വേണ്ടി എന്തെങ്കിലും, ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതിന് ബേസ് ബോർഡാണ് വെച്ചിരുന്നത്. തുണിയെക്കാളും നല്ലതാണ് ബേസ് ബോർഡ്. ടൈറ്റാക്കി വെച്ചിരിക്കുക. മുമ്പേ വേണ്ട സോഫ സെറ്റാണ്. ഇപ്പോൾ സാരി തുണിയെല്ലാം എടുത്തിരിക്കുന്നു കേട്ടോ. ഇത് കട്ട് ചെയ്ത് പരുവത്തിന് കട്ട് ചെയ്ത് നമുക്ക് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും. ഐഡിയ പ്രകാരം നമ്മൾ ചെയ്യുക. നമുക്ക് വലിയ ചിലവൊന്നുമില്ല. ഇതുപോലെ കുറച്ച് കുറയാണിയും വേണം. അതിൻ്റെ ഇച്ചിരിയുടെ വലിയ ആണിയും വേണം. ഞാനിപ്പോൾ ആകെ 50-100 രൂപയുടെ ആണിയാണ് വാങ്ങിച്ചത്. 2 ചെറിയ സെറ്റിയും ഒരു സോഫ സെറ്റ് ശരിയാക്കി ഉണ്ടോ. ഇനിയിപ്പോൾ ഇത് കഴുകി തുടച്ചാണ്. അപ്പോൾ ഇതിൻ്റെ വണ്ടയിൽ ഒരു 150 രൂപയുടെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ച് വെച്ച് ഇതുപോലെ ഈ സൈഡ് വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഒട്ടിച്ചിട്ട് ചെറിയൊരു ആണി വെച്ച് അടിച്ച് വരുമ്പോൾ സോഫ സെറ്റാകും. കണ്ടില്ലേ, കണ്ടോ. അപ്പോൾ ഈ മൂല വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്തു. ഇപ്പോൾ ഇത് മടക്കി വെച്ച് ആണി അടിക്കും. ഇവിടെ ആണി അടിക്കും. ഇങ്ങനെ ആണി അടിച്ച് നിർത്തും. ഇവിടെ അതുപോലെ ഇത് മടക്കി വെച്ചിട്ട് ആണി അടിച്ച് നിർത്തും. ഇങ്ങനെ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടാൽ മതി. രണ്ട് സൈഡും കഴിഞ്ഞു, അങ്ങേ സൈഡും കഴിഞ്ഞു. ഭാഗത്ത് ഫൈവിക്കോൾ വെച്ച് ഒട്ടിക്ക് വേണം. ചവിട്ടി ആണി അടിച്ചിട്ടുണ്ട്. ഉണ്ടല്ലേ. ഇപ്പോൾ പുതിയ ഉണ്ടായിരിക്കുന്നു. രണ്ട് സൈഡിൻ്റെയും പണി കഴിഞ്ഞു. വലിയ ചിലവൊന്നുമില്ല. ഒരു സാരി, ഫെവിക്കോള്, 50 രൂപയുടെ ആണി, ഇത്രേ ഉള്ളൂ. നേരത്തെ ഈ സെറ്റ് താന്നിരിക്കുമായിരുന്നു. ഇവിടുത്തെ താഴത്തെ സ്പ്രിങ് കമ്പി നേരെ വെച്ച് ടൈറ്റാക്കി കഴിഞ്ഞപ്പം പൊങ്ങി. അപ്പോൾ സാരി തുണി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മളെ ഇടഭാഗത്ത് ഒരു സ്പൂൺ വെച്ച് സ്പൂണിൻ്റെ അറ്റം വെച്ച് കുത്തി ഇറക്കുക. ഇങ്ങനെ കുത്തി ഇറക്കി കൊള്ളിച്ച് വെക്കണം. സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ കീറിപ്പോവും. കൊള്ളിച്ച് വെക്കണം. അതേസമയം ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ, നല്ല ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ കവർ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കയറ്റി വെച്ചാൽ മതി. ഇതുപോലെ ശരി കൊള്ളിച്ചിട്ട് ഈ ഇടഭാഗമൊക്കെ ശരിക്ക് കൊള്ളിച്ച് കയറ്റി വെക്കണം. എന്നിട്ട് ചുളുക്കമൊന്നും ഉണ്ടാകാൻ പാടില്ല. പൊളിച്ച് വെക്കണം. എന്നിട്ട് ഉള്ളാണി അടിക്കണം സൈഡ് തോറും. ഇതുപോലെ സൈഡ് ഭാഗം ഉണ്ടോ. സ്ക്രൂ ഡ്രൈവറോ പിച്ചാതിയൊക്കെ ആണെങ്കിൽ മുറിഞ്ഞു പോകും. സ്പൂണിൻ്റെ അറ്റമാണെങ്കിൽ കുഴപ്പമില്ല. ഉണ്ടോ, കളയാൻ പറ്റിയ സെറ്റ് ചെയ്യായിരുന്നു. ഇവിടെ എല്ലാം താന്നതായിരുന്നു. ഇതിൻ്റെ അടിയിൽ എല്ലാം ഇളക്കിയിട്ട് സ്പ്രിങ് കയറ്റി വെച്ച് ടൈറ്റാക്കി വെച്ചു. കയറ് കെട്ടി എല്ലാം റെഡിയാക്കി സെറ്റ് വൃത്തിയാക്കി. ഇപ്പം എല്ലാം കളയാൻ പറ്റിയ സെറ്റ് കഴുകി വൃത്തിയാക്കി 1 ദിവസം വെയിൽ കൊണ്ട് 2 ദിവസം വെയിൽ കൊണ്ട് ഉണക്കി പുറത്തെ എല്ലാം അഴിച്ച് കളഞ്ഞു. സെറ്റാക്കി എടുത്തു. എല്ലാം അടിപൊളിയാക്കിയിരിക്കുന്നു. ഇത് ബാക്ക് സൈഡ്. ഇതാണ് ബാക്ക് സൈഡ്. അപ്പം കളയാൻ പറ്റുന്ന സെറ്റ് ആയിരുന്നു. എല്ലാം കഴുകി വൃത്തിയാക്കി പുറകെല്ലാം സെറ്റാക്കി. ഇനി ഇത് സാരി തുണിയാണ്. നമുക്ക് വലിയ ചിലവൊന്നുമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇടയ്ക്കിടയ്ക്ക് ചാക്ക് സൂചി വെച്ചൊരു തയ്ച്ച് ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ മതി. ഇപ്പോൾ എല്ലാം
100 രൂപയുടെ ആണിയായി. ഒരു സെറ്റിയും 2 സോഫ 100 രൂപയുടെ ആണിയായി. ഒരു സാരിയായി. മറ്റ് ഇതുപോലത്തെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് ഇവിടെ വെച്ച് ചെറിയ മുള്ളാണി വെച്ച് അടിച്ചാൽ മതി. ഉടക്ക് സൂചി വെച്ചാൽ കുടയാണി വെച്ച് അടിച്ചാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ എല്ലാം ഇച്ചിരി ഇട കട്ട് ചെയ്താൽ മതി. ഉണ്ടോ? ഇതിപ്പോൾ ഞാൻ അടിച്ചതിൻ്റെ മണ്ടയിൽ ഇടും. എങ്ങനെയുണ്ടോ? ഇതിപ്പോൾ 200 രൂപയുടെയാണ്. ഇതുപോലത്തെ ഒരു 200 രൂപയുടെ ഒരു വാങ്ങിച്ചാൽ മതി. പഴയ സെറ്റിയായിരുന്നു. ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എല്ലാം ചെയ്ത് പുറത്തെ തുണികളെല്ലാം കളഞ്ഞ് ഇപ്പോൾ എല്ലാം വൃത്തിയാക്കിയിരിക്കുകയാണ്. ചമച്ചു.